വയനാട് കേണിച്ചിറയിൽ പോക്സോ കേസ് പ്രതികളായ ദമ്പതിമാരെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതിനെതിരെ അതിജീവിതയായ പെൺകുട്ടി തനിക്ക് നേരിടേണ്ടി വന്ന ചൂഷണത്തെക്കുറിച്ച് പെൺകുട്ടി 24-നോട് സംസാരിച്ചു. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ഒരാൾ കീഴടങ്ങിയെങ്കിലും ലൈംഗികാതിക്രമം നടത്തിയ ആളെയും ഒത്താശ ചെയ്ത ഇയാളുടെ ഭാര്യയും അറസ്റ്റ് ചെയ്യാൻ വൈകുന്നുവെന്നാണ് പരാതി. പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ 9ാം ക്ലാസ് മുതൽ നേരിടേണ്ടി വന്ന ലൈംഗികാതിക്രമത്തെക്കുറിച്ച് പൂതാടി സ്വദേശിയായ പ്രജിതനാണ് അതിക്രമം നടത്തിയത്. ഭാര്യ സുജ്ഞാന ഒത്താശ ചെയ്തുവെന്ന് പെൺകുട്ടി. ഫസ്റ്റ് ഇവർ വീട്ടിൽ ഇവരെ റൂമിലേക്ക് വിളിച്ചു കയറ്റിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. കാരണം ഈ അക്കനും കൂടെ ഉണ്ടാവും, സുജ്ഞാന എന്ന് പറഞ്ഞ അക്കനും കൂടെ ഉണ്ടാവും. രണ്ടുപേരും ഒരുമിച്ചാണ് എന്നെ അനാവശ്യമായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നതൊക്കെ. ഭർത്താവിൻ്റെ കൂടെ കിടക്കുക, അങ്ങനെ അനാവശ്യമായ രീതിയിൽ ഒക്കെ ഇവരും ഉണ്ടാവും. അതേപോലെ തന്നെ ഇവരും ഉണ്ടാവും സമ്മതത്തോടെ. വീട്ടിൽ പറഞ്ഞാൽ നഗ്നചിത്രം പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി. അമ്മയുടെ രോഗാവസ്ഥ മൂലം വീട്ടുകാരെ പോലും വിഷയമറിയിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി. +2 പഠിക്കുന്ന ടൈം എൻ്റെ നേക്കഡായിട്ടുള്ള ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവരുടെ ഫോണിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വെച്ച് എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ കാര്യമൊന്നും ഞാൻ വീട്ടിൽ പറഞ്ഞില്ല, കാരണം അമ്മേനോട് പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അമ്മയ്ക്ക് തീരെ സുഖമില്ലാണ്ടാവും, പെട്ടെന്ന് ടെൻഷൻ അടിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്കറിയാം ഞാൻ വീട്ടിൽ ആരെടുത്തും പറയില്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. കേണിച്ചിറ സ്റ്റേഷനിലടക്കം നിരവധി കേസുകളിൽ പ്രതിയായ സുരേഷ് എന്നയാൾ സുജ്ഞാനയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞ് തന്നെ കൊണ്ടുപോയെന്നും സുജ്ഞാനയും ഇയാളും ഒത്തുകളിച്ച് തന്നെ മറ്റാർക്കോ കൈമാറാൻ ശ്രമിച്ചെന്നും പെൺകുട്ടി പറഞ്ഞു. ഇതോടെയാണ് വിവരം പുറത്തു പറയാൻ തയ്യാറായത്. ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു, ഇങ്ങനെ ഓരോ ആൾക്കാർക്ക് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാക്കുമ്പോൾ എനിക്ക് പേടിയായി. കാരണം ഞാൻ ക്ലാസ്സിൽ ഇറങ്ങുന്ന ടൈം ഇവർ കാറും കൊണ്ട് വരും. പിന്നെ അനാവശ്യമായിട്ട് ഇങ്ങനെ കോൾ ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്ന് അനാവശ്യമായ രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ നമ്പർ ചോദിക്കുക, പലവട്ടം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവരോട് പോകുകയാണെങ്കിൽ അവർക്ക് എത്രയാണോ പൈസ, എന്ന് വെച്ചാൽ ഫ്രണ്ട്സിന് എത്രയാണോ പൈസ വേണ്ടത് അതൊക്കെ ഇവർ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്പറൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനൊന്നും ചെയ്തിട്ടില്ല. സംഭവത്തിൽ കേണിച്ചിറ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കീഴടങ്ങിയ സുരേഷ് റിമാൻഡിലാണ്. ഒളിവിൽ പോയ സുജ്ഞാനയെയും ഭർത്താവ് പ്രജിതനെയും പിടികൂടാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നാണ് പെൺകുട്ടിയുടെ പരാതി. കേസിലെ പ്രധാന പ്രതികളെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കുന്നില്ല എന്ന പരാതിയാണ് ഇരയായ പെൺകുട്ടിക്കുള്ളത്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.